നമസ്കാരം. ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാൻ പോകുന്നത് മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ഏറ്റവും കൂടുതൽ തവണ വാദപ്രതിവാദങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഒരു സംഭവ വികാസത്തെ പറ്റിയാണ്. പറഞ്ഞു വരുന്നത് പാഞ്ചാലി സ്വയംവരത്തെ പറ്റിയാണ്. അതെ, ദ്രുപദ കന്യകയായ ദ്രൗപദിയുടെ ആ ഒരു സ്വയംവരത്തെ പറ്റി. സൂര്യപുത്രൻ വൈകർത്തനൻ അംഗരാജാവായ കർണനെ താനൊരു സൂതപുത്രനാണെന്നും തനിക്ക് എന്നെ വിവാഹം ചെയ്യുവാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ടു എന്ന് പറയപ്പെടുന്ന ആ ഒരു സംഭവം, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അന്ന് ശരിക്കും ദ്രൗപദിയുടെ ആ സ്വയംവര മണ്ഡപത്തിൽ എന്താണ് സംഭവിച്ചത്? അത് ലോകത്തിൽ തന്നെ ഏറ്റവും ഒത്തന്റിക് വേർഷൻ ആയിട്ടുള്ള ഭോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറയുന്ന മഹാഭാരത ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമുക്ക് പറയുവാൻ സാധിക്കുമോ? എന്നാൽ ഇതേ സംഭവം ഭോറിയിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. തികച്ചും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ആ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനാദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഈ ഒരു പാഞ്ചാലി സ്വയംവരത്തെ പറ്റി കുറെ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? അതായത് മെയിൻലി ആ ഒരു വാദവും പ്രതിവാദവും ഉണ്ടാകുവാൻ കാരണം കർണൻ എന്ന് പറയുന്ന ആ ഒരു യോദ്ധാവിനെ പറ്റി ചൊല്ലിയാണ്. അതായത് പ്രപഞ്ചത്തിലെ അജയ്യരായിട്ടുള്ള ഒരു ധനുർധാരികളെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ആ ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ, ദ്രുപദൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു മത്സരം. ഈ ഒരു മത്സരത്തിൽ അംഗരാജൻ വൈകർത്തനൻ കർണൻ യഥാർത്ഥത്തിൽ ആ ഒരു വില്ല് കയ്യിലെടുത്ത് ഞാൻ ബന്ധിക്കുവാൻ സാധിച്ചു. ഒരു പക്ഷം ആൾക്കാർ പറയുന്നു സാധിച്ചു എന്ന്. ആ ഒരു ടൈമിലാണ്, ആ ഒരു സമയത്താണ് ദ്രുപദ കന്യകയായ ദ്രൗപദി വന്നിട്ട് സൂതപുത്രനെ വിവാഹം ചെയ്യുവാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതെന്ന് ഒരു പക്ഷം ആൾക്കാർ. മറുപക്ഷത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതായത് ദ്രൗപദിയുടെ വിവാഹമോ പാഞ്ചാലി സ്വയംവരവുമല്ല, കർണൻ എന്ന് പറയുന്ന അംഗരാജൻ വൈകർത്തനായിട്ടുള്ള മഹാരഥനായിട്ടുള്ള ധനുർധാരിയായിട്ടുള്ള ഈ ഒരു യോദ്ധാവിന് ആ ഒരു വില്ല് ബന്ധിക്കുവാൻ, ഞാൻ വലിച്ച് ബന്ധിക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദ്രുപദ കന്യകയായിട്ടുള്ള ദ്രൗപദി കർണനെ നിരസിച്ചിട്ടില്ല എന്നാണ് ഒരു പക്ഷം പറയുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ആദ്യം തന്നെ ഏറ്റവും ഒത്തൻറ്റിക് വേർഷൻ ആയിട്ടുള്ള, ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിച്ച വേർഷൻ ആയിട്ടുള്ള മഹാഭാരതം, അതായത് ഭോറി ക്രിട്ടിക്കൽ എഡിഷനിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഭോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറയുന്ന ആ ഒരു മഹാഭാരത ഗ്രന്ഥത്തിലെ അധ്യായം 12 ദ്രൗപദി സ്വയംവരത്തിലെ പറ്റി പറയുന്നത്. അതിൻ്റെ ഹെഡിങ് തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് ദ്രൗപദി സ്വയംവര പർവ എന്നാണ്. ആ ഒരു അധ്യായം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ ഗന്ധർവന്മാരിൽ നിന്ന് അർജുനൻ, സവ്യസാചിയായിട്ടുള്ള സാക്ഷാൽ അർജുനൻ ആഗ്നേയാസ്ത്രം കരസ്ഥമാക്കുകയും തുടർന്ന് ഗന്ധർവന്മാരുടെ നിർദ്ദേശാനുസരണം ധൗമ്യൻ എന്ന് പറയുന്ന ആ ഒരു ഋഷിനെ കണ്ടുമുട്ടുകയും തുടർന്ന് അവർ പാഞ്ചാലത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സംഭവ വികാസങ്ങളുടെ ഇടയ്ക്ക് കൃഷ്ണദ്വൈവായൻ എന്ന വേദവ്യാസനെയും പഞ്ചപാണ്ഡവർ കാണുന്നുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭോറിയുടെ ക്രിട്ടിക്കൽ എഡിഷനിൽ നേരത്തെ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, യജ്ഞസേന ഓൾവേസ് ഡിസൈഡ് ടു ഗീവ് കൃഷ്ണ ടു കിരീടി പാണ്ഡൂസ് സൺ. അതായത് മധ്യപാണ്ഡവനായ അർജുനന് തൻ്റെ മകളായിട്ടുള്ള ദ്രൗപദീനെ കൊടുക്കണമെന്ന് യജ്ഞസേനൻ, ഇവിടെ യജ്ഞസേനൻ എന്ന് പറഞ്ഞ് പരാമർശിക്കുന്നത് പാഞ്ചാലത്തിൻ്റെ രാജാവായിട്ടുള്ള ദ്രുപദനെയാണ്. അതായത് ഓൾറെഡി നമ്മുടെ ദ്രുപദൻ മൈൻഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു, അത്തരമൊരു യോദ്ധാവിന് മാത്രമേ ദ്രൗപദീനെ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിലെ തന്നെ അജയ്യനായിട്ടുള്ള സർവശ്രേഷ്ഠ ധനുർധാരിയായിട്ടുള്ള ഒരു യോദ്ധാവിന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് നേരത്തെ തന്നെ യജ്ഞസേനൻ മനസ്സിൽ വിചാരിച്ചിരുന്നുവെന്ന് ഭോറി പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് മഹാരാജാവായിട്ടുള്ള ദ്രുപദൻ അത്തരമൊരു മത്സരം അവിടെ കണ്ടക്ട് ചെയ്തത്, അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്തത്. അദ്ദേഹം കറക്റ്റായിട്ട് ഭോറിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഹീ ഹൂ ക്യാൻ സ്ട്രിങ് ദിസ് ബോ ആൻഡ് ആഫ്റ്റർ സ്ട്രിങ്ങിങ് ഷൂട്ട് ദ ടാർഗറ്റ് അബവ് ദീസ് ആരോസ് വിൽ ഒബ്റ്റെയിൻ മൈ ഡോട്ടർ. അതായത് ഈ വില്ല് കുലച്ച് ഞാൻ കിട്ടിയ ശേഷം ഈ അമ്പുകൾ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എയ്യുവാൻ സാധിക്കുന്ന യോദ്ധാവിന് എൻ്റെ മകളെ ലഭിക്കുമെന്നാണ് ദ്രുപദൻ പറയുന്നത്. ഇത്തരം ഒരു മത്സരം തയ്യാറാക്കിയതിനു ശേഷം ഭാരതവർഷത്തിലെ എല്ലാ രാജാക്കന്മാരോടും എല്ലാ മഹാരഥന്മാർക്കും ദ്രുപദൻ ക്ഷണസന്ദേശം അയക്കുകയാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ കൗരവന്മാർക്കുൾപ്പെടെ. സോ ഈ ബൃഹത്തായ വളരെ ഉച്ചസ്ഥാനിൽ നിൽക്കുന്ന ഈ ഒരു പരിപാടി കാണുവാൻ വേണ്ടി രാജാക്കന്മാർ മാത്രമായിരുന്നില്ല വന്നത്, ഋഷികളും മരുത്തുക്കളും
എല്ലാ കുലജാതന്മാരും തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. ദ്രുപദൻ എന്ന പാഞ്ചാല നരേശൻ ഒരുക്കിയ ദ്രൗപദിയുടെ പാഞ്ചാലി സ്വയംവരം നടക്കുന്ന ആ ഒരു മണ്ഡപത്തിൻ്റെ വർണ്ണന മഹാഭാരതത്തിൽ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ തന്നെ ഒരു 2 പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി എത്ര ഐക്കോണിക് ആയിട്ടായിരിക്കും അന്നത്തെ കാലത്ത് ഈ ഒരു മണ്ഡപം തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. അങ്ങനെ 16 ദിവസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം പാഞ്ചാലി സ്വയംവരം ആരംഭിക്കുകയാൻ പോവുകയാണ്. ആ ഓരോ കൊട്ടാരങ്ങൾ, അതായത് ഈ ഒരു സ്വയംവരം മണ്ഡപം തന്നെ ഒരു കൊട്ടാരം തന്നെയാണ്. ആ കൊട്ടാരങ്ങളുടെ പല നിലകളിലായി എല്ലാ രാജാക്കന്മാരും ഇരിക്കുകയാണ്. ഓരോരുത്തരും പല പല ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവരവരുടെ വിജയത്തിൽ അഹങ്കരിക്കുന്ന രാജാക്കന്മാരായിരുന്നു അവരെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രാഹ്മണരോട് അർപ്പണ ബോധമുള്ളവരായിട്ടും അവരുടെ രാജ്യങ്ങളുടെ സംരക്ഷകരും അവരുടെ സത്കർമ്മങ്ങൾ കാരണം എല്ലാ ലോകങ്ങളാലും സ്നേഹിക്കപ്പെടുന്നവരുമായിരുന്നു ഈ രാജാക്കന്മാരെന്ന് ബോറി വിശേഷിപ്പിക്കുന്നു. അവർ തങ്ങളുടെ രാജകീയമായ ഇരിപ്പിടങ്ങളിൽ ഇരുന്നപ്പോൾ പാഞ്ചാലിയെ കാണുവാൻ വന്ന നഗരവാസികളും അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ തുടങ്ങി. പാണ്ഡവർ ബ്രാഹ്മണരോടൊപ്പം ഇരുന്നു. പാഞ്ചാല രാജാവിൻ്റെ അതുല്യമായ തേജസ് കാണുകയും ചെയ്തു. രാജാക്കന്മാരും പരിവാരങ്ങളും എല്ലാവരും തന്നെ നിശബ്ദമായപ്പോൾ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ ദൃഷ്ടദ്യുമ്നൻ വന്ന് പറയുകയുണ്ടാകുകയാണ്, ഹേ രാജാക്കന്മാരെ, അല്ലയോ രാജാക്കന്മാരെ, ഇത് കേൾക്കൂ. നിങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം തന്നെ ഇതൊരു മത്സരം തന്നെയാണ്. ഈ മത്സരത്തിൽ വിജയിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇരിക്കുന്ന ഈ വില്ലു ഉലയ്ക്കുകയും ഇതിൻ്റെ ഞാൻ ബന്ധിച്ച് 5 അമ്പുകൾ മുകളിൽ കാണുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്ന യന്ത്രത്തിൽ കറങ്ങുന്ന ആ ഒരു മത്സ്യമുണ്ടല്ലോ, അതിൻ്റെ കണ്ണിലേക്ക് എയ്യുക വേണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. എന്നാൽ നിങ്ങൾ ഉന്നം പിടിക്കേണ്ടത് താഴെ വെച്ചിരിക്കുന്ന ഈ ഒരു പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ടായിരിക്കണം. ഇതിൽ വിജയം വരിക്കുന്ന മഹത്തായ യോദ്ധാവിന് എൻ്റെ സഹോദരിയായ പാഞ്ചാലിയെ ഭാര്യയായി സ്വീകരിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ദൃഷ്ടദ്യുമ്നൻ ദ്രൗപദിയെ നോക്കി ദ്രൗപദിയുടെ സമ്മതം ചോദിക്കുന്ന രീതിയിൽ ഒരു ജെസ്റ്റർ ഇടുന്നു എന്നാണ് ബോറിയിൽ പറയുന്നത്. ഇത് കഴിഞ്ഞ് വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ മഹാരാജന്മാരെയും മഹാരഥന്മാരെയും എല്ലാ രാജാക്കന്മാരെയും നാട്ടുരാജാക്കന്മാരെയും ദൃഷ്ടദ്യുമ്നൻ വെൽക്കം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: ദുര്യോധന ദുർവിസാഹ ദുർമുഖ ദുർപ്രദർശന വിമിംശക്ത വികർണ സഹ ദുഃശാസന സാമ യുയുത്സു വദവേഗ ഭീമവേഗധാര ഉഗ്രായുധ ബാലകി കാനകയു വിരോചന സുകുന്തുല ചിത്രസേന സുവർജജ കനകധ്വജ നന്ദക ബാഹുസലി കന്ദുജ വികട ഇവരെല്ലാവരും മറ്റുള്ളവരോടൊപ്പം വന്ന ധൃതരാഷ്ട്രപുത്രന്മാരാണ്. ഇവരോടൊപ്പം അംഗരാജാവായിട്ടുള്ള കർണനും വന്നിട്ടുണ്ട്. ക്ഷത്രിയരിൽ പ്രശസ്തരും മഹാത്മാക്കളുമായ രാജാക്കന്മാരും വന്നിട്ടുണ്ട്. ശകുനി, ബാലൻ, വൃഷകൻ, ബൃഹദ്ബലൻ, അങ്ങനെ ഗാന്ധാര രാജാവിൻ്റെ പുത്രന്മാരെല്ലാം വന്നിരിക്കുന്നു. എല്ലാ ആഭരണങ്ങളും ധരിച്ച് എല്ലാ ആയുധങ്ങളിലും പ്രാവീണ്യമുള്ള മഹാത്മാവ് യോദ്ധാക്കളായ അശ്വത്ഥാമാവും ഭോജരാജാവും അവരും വന്നിട്ടുണ്ട്. ബൃഹന്ത, മണിമന, വീരനായ ദണ്ഡധരൻ, സഹദേവൻ, ജയസേനൻ, മഗധയിലെ മേഘസന്ധി, വിരാടൻ, സുഷർമാവ്, ചിത്രായുധൻ, ചേകീദാനൻ, സമുദ്രസേനന്റെ ശക്തനായിട്ടുള്ള മകനായിട്ടുള്ള ജലാസന്ധൻ, പൗണ്ഡ്രകൻ, വാസുദേവൻ, ഭഗദത്തൻ, കലിംഗൻ, രുഗ്മി, മാതൃരാജാവായിട്ടുള്ള ശല്യൻ, ഭൂരിസ്രവസ്, സുധീഷ്ണൻ, കാംബോജൻ, ബൃഹദ്ബലൻ, സുഷേണൻ, സാംബ, സാത്യകി, ഉദ്ധവൻ, ഭഗീരഥൻ, ജയദ്രഥൻ, ശ്രുതായു, ബാഹലീകൻ, ഉലൂകൻ, കൈതവൻ, ചിത്രാംഗതൻ, സുഭഗന്ധൻ, കോസല രാജ്യത്തിലെ രാജാവ്, അങ്ങനെ പറ്റിയുള്ള എല്ലാ ആൾക്കാരെയും ദൃഷ്ടദ്യുമ്നൻ അവിടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. മഹാഭാരതം ബോറി വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: യുവരാജാക്കന്മാർ കമ്മലുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഓരോരുത്തരും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വിദഗ്ധനാണെന്ന് സ്വയം കരുതി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആയുധങ്ങൾ വീശി. സൗന്ദര്യം, വീര്യം, വംശം, സദ്ഗുണം, സമ്പത്ത്, യുവത്വം എന്നിവയാൽ അവർ പരസ്പരം വീമ്പിളക്കി. ഹിമാലയത്തിൽ നിന്നുള്ള ആനകളുടെ രാജാക്കന്മാരെ പോലെ രഥകാലത്ത് മദ്യപിച്ചവരായിരുന്നു അവർ. അവർ ധിക്കാരത്തോടെ പരസ്പരം നോക്കി. മോഹത്താൽ മാനസികമായി തകർന്ന അവർ പെട്ടെന്ന് രാജകീയ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ദ്രൗപദി എൻ്റേതായിരിക്കുമെന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ഇവരുടെ ആ ഒരു നോട്ടം കണ്ടിട്ട് ഉമാമഹേശ്വരിയെ രക്ഷിക്കുവാൻ വേണ്ടി ദേവന്മാർ വന്ന് നിൽക്കുന്നത് പോലെ എന്നാണ് വ്യാസൻ മഹാഭാരതത്തിൽ വർണ്ണിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദേവന്മാർ പോലും അവരുടെ സ്വർഗീയ രഥങ്ങളിൽ ഈ ഒരു സ്വയംവരം കാണുവാൻ വന്നിരുന്നുവെന്ന് വർണ്ണിക്കുന്നുണ്ട്. രുദ്രൻ, ആദിത്യന്മാർ, വസുക്കർ, അശ്വനി ദേവതകൾ, എല്ലാ സാധ്യരും, എല്ലാ മരുത്യരും, യമനും ധനദേവനും, ദൈത്യരും, സുവർണരും, മഹായുഗരങ്ങളും, ദേവഋഷികളും, ഗുഹ്യരും,
ചാരണരും വിശ്വരസരികളും നാരദൻ, പർവ്വതൻ, അപ്സരസുകളുടെ പ്രധാന ഗന്ധർവന്മാരും ഹലായുധനും ജനാർദ്ദനനും യാദവന്മാരും വൃഷ്ണികളും ഉൾപ്പെടെയുള്ള എല്ലാ സർവ്വ യോദ്ധാക്കളും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ജനാർദ്ദനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി ബലരാമനെ കൈകൊണ്ട് തട്ടി ഇങ്ങനെ പറയുന്നത്, അതാ നോക്കൂ, അവിടെ ഇരിക്കുന്ന 5 പേരുണ്ടല്ലോ, ആ ബ്രാഹ്മണർ, അവർ പാണ്ഡവരാണ്. ഇത് കേൾക്കുന്ന ബലരാമൻ നെഞ്ചത്ത് കൈവച്ച് സന്തോഷിക്കുന്നുണ്ടു എന്നാണ് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ വാദ്യമേളങ്ങളുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നു വരികയാണ്. വലിയ വലിയ ഗർജനങ്ങൾ കേൾക്കുന്നു. ഓടക്കുഴലിൻ്റെയും വീണയുടെയും കൈത്താളങ്ങളുടെയും ശബ്ദങ്ങൾ പ്രതിധ്വനിച്ച് കേൾക്കുവാൻ തുടങ്ങി അവിടെ. ഈ ഒരു മൊമെൻ്റാണ് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്തുകൊണ്ട് കുറേ പേർ എതിർക്കുന്നു എന്നതിന് കാരണം ഈ ഒരു ടൈമിൽ ഓരോ രാജാക്കന്മാരെയും സ്പെസിഫൈ ചെയ്ത് ബോറി പറയുന്നില്ല. ബോറി കറക്റ്റായിട്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് പിന്നീട് ജമ്പ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അതായത് അതിൻ്റെ എക്സാക്റ്റ് മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: പിന്നെ ആ രാജാക്കന്മാർ ഓരോരുത്തരായി ദ്രൗപദിക്ക് വേണ്ടി തങ്ങളുടെ വീര്യം പ്രകടിപ്പിച്ചു. പക്ഷേ വില്ല് വളരെ ശക്തമായിരുന്നതിനാൽ അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ടും അവർക്കത് കെട്ടിയിടുവാൻ കഴിഞ്ഞില്ല. വില്ലിൻ്റെ ഉറച്ച ഒരു ശക്തി കൊണ്ട് ആ ധീരരായ മനുഷ്യ ഭരണാധികാരികളെ നിലത്തേക്ക് എറിഞ്ഞിടുവാൻ ആ വില്ലിന് സാധിച്ചു. അവർ അവരുടെ ആഗ്രഹത്തിൽ പരാജയപ്പെട്ടു. ദുഃഖിതരും മനസ്സ് തകർന്നവരുമായി നിലത്ത് കാണപ്പെട്ടു. ആ ഉറച്ച വില്ല് അവർക്ക് വേദനയുണ്ടാക്കി. അവരുടെ വളകളും കമ്മലുകളും തകർന്നു. ദ്രൗപദിയെ ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാൽ ആ രാജസഭ തകർന്നു. ആ സഭയിൽ കുലീനമായ ജന്മത്തെക്കുറിച്ച് വീമ്പിളക്കിയ രാജാക്കന്മാർ പിന്നീട് പരിഹാസപാത്രങ്ങളായി. അതേസമയം കുന്തിയുടെ ധീരനായ മകൻ ജിഷ്ണു എഴുന്നേറ്റ് വില്ല് കെട്ടി അതിലൊരു അമ്പയക്കുവാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ധീരനായ സാക്ഷാൽ മഹാരഥിയായിട്ടുള്ള അർജുനൻ ഞാൻ വലിക്കുന്ന കഥയാണ് പിന്നീടുള്ള അധ്യായത്തിൽ പറയുന്നത്. അതായത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കർണൻ, ജരാസന്ധൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒട്ടുമിക്ക എല്ലാ രാജാക്കന്മാരുടെയും വില്ല് കുളയ്ക്കുന്ന കാര്യങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാദപ്രതിവാദങ്ങൾക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഇരയാവുന്നത്. ഇത് ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ മാത്രമല്ല, ബോറി ക്രിട്ടിക്കൽ എഡിഷൻ, KMG മഹാഭാരതം, ഗീതാ പ്രസിൻ്റെ സദേൺ റീജിയൻസിലുള്ള എല്ലാ മഹാഭാരതവും കുംഭകോണം മഹാഭാരതത്തിലും ഇതേ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവയിലൊന്നും മഹാരഥനായിട്ടുള്ള അംഗരാജൻ, വൈകർത്തനൻ, കർണൻ വില്ല് ഞാൻ കെട്ടി എന്ന് പറയുന്നില്ല. അതായത് ഇവരെല്ലാം അടച്ചു പറയുന്നത് അവിടെ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ രാജാക്കന്മാർ വിചാരിച്ചിട്ടും ആ ഒരു അമ്പ് അനക്കുവാൻ പോലും ആർക്കും കഴിഞ്ഞില്ല എന്നാണ്. എന്നാൽ ഇതിന് പ്രതിവാദം ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു സ്രോതസ് വേണ്ടേ? സ്രോതസ്സുണ്ട്. കാരണം നോർത്തേൺ ഇന്ത്യയുടെ പല അവലോകനങ്ങളായിട്ടുള്ള, അതായത് ഗീതാ പ്രസന്റ് തന്നെ നോർത്തേൺ ഇന്ത്യൻ മഹാഭാരതത്തിന്റെ കുറെ വേർഷൻസിൽ അംഗരാജൻ, വൈകർത്തനൻ, കർണൻ വില്ല് കുലയ്ക്കുന്നുണ്ട്. വില്ല് കുലച്ച് ഞാൻ കെട്ടുന്നതായിട്ട് പറയുന്നുമുണ്ട്. എന്തിനേറെ പറയുന്നു, ഞാൻ കെട്ടിയിട്ട് എയിം ചെയ്യാൻ, അതായത് ഉന്നം പിടിക്കുന്ന ആ ഒരു ടൈമിലാണ് ദ്രൗപദി വന്ന് സൂതപുത്രനെ തനിക്ക് വിവാഹം കഴിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ സീരിയലിലൊക്കെ കാണുന്നത് പോലെ അംഗരാജൻ, വൈകർത്തനൻ, കർണൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവിടെ ഒരു പ്രസംഗം അല്ലെങ്കിൽ സ്പീച്ച് ഒന്നും നടത്തുന്നില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് വില്ല് അവിടെ വെച്ചിട്ട് പോവുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് ഇത് പറയുന്നത് ഗീതാ പ്രസിൻ്റെ നോർത്തേൺ അവലോകനങ്ങളായിട്ടുള്ള മഹാഭാരതങ്ങളിലാണ് ഇത് പറയുന്നതെന്ന് സ്പെസിഫിക്കലി നോക്കണം. സദേൺ റീജിയൻ, അതായത് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഏത് മഹാഭാരതത്തിൻ്റെ വേർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അതായത് ഒതൻറ്റിക് ആയിട്ടുള്ള വേർഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ നോർത്തേൺ റീജിയൻസിലെ പല അവലോകനങ്ങളിൽ ഇത് കാണിക്കുന്നുണ്ട്. കുംഭകോണം വേർഷൻ ഓഫ് മഹാഭാരതം, ആ ഒരു മഹാഭാരത ഗ്രന്ഥത്തിലും കർണൻ ഞാൻ വലിച്ചു ബന്ധിച്ച് കെട്ടി എന്ന് പറയുന്നില്ല. അതായത് അദ്ദേഹവും ഞാൻ വലിച്ചു കെട്ടുവാൻ പരാജിതനായിട്ടാണ് കുംഭകോണത്തിൻ്റെ അവലോകനങ്ങളും പറയുന്നത്. എന്നാൽ 2 വേർഷൻസ് ഓഫ് മഹാഭാരതത്തിലും ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അതായത് കൂടുതലും ഒതൻറ്റിക് വേർഷൻ ഓഫ് മഹാഭാരതം എന്ന് കരുതപ്പെടുന്ന ബോറി ക്രിട്ടിക്കൽ എഡിഷനിലും എല്ലാവരും പരാജയപ്പെട്ടതായി കണക്കാക്കുന്നു. അതേപോലെ തന്നെ KMG കിസാരി മോഹൻ ഗാംഗുലിയുടെ മഹാഭാരതത്തിലും കർണൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുംഭകോണം മഹാഭാരതത്തിലും കർണൻ ഞാൻ വിളിച്ച് ബന്ധിക്കുവാൻ സാധ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പല നോർത്തേൺ വേർഷൻസ് ഓഫ് മഹാഭാരതത്തിൽ കർണൻ വലിച്ചു കെട്ടുന്നതായിട്ടും പിന്നീട് നമ്മുടെ സൂതപുത്രൻ എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുന്ന ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതും പറയുന്നുണ്ട്. ഈ പരാമർശങ്ങളെയെല്ലാം കോൺട്രഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വാദത്തിനൊരു പ്രതിവാദമായിട്ട് പറയുന്ന ഒരേ ഒരു ശ്ലോകമാണ്. അതായത് എക്സാക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് വേർഷൻ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ: ദ ഷാർപ്പ് ബട്ട് വറീഡ്
Lord talked about themselves when those kings like Karna and Shalya, who are powerful, well versed in archery and well known in the world, could not bend the bow. How in the world can a weak Brahmana who does not know the craft and does possess the requisite prana shakti string it? Oh Brahmanas, even if he manages to string it, how can he possibly pierce the target? ഇത് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാഹ്മണനായിട്ട് നമ്മുടെ പ്രച്ഛന്ന വേഷത്തിൽ ഇപ്പോൾ അർജുനൻ ഇരിക്കുകയാണല്ലോ. ഈ അർജുനൻ മുന്നോട്ട് വരുന്ന ഒരു സമയമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മഹാഭാരതത്തിൻ്റെ ഏതൊരു വേർഷൻ എടുത്ത് നോക്കിയാലും പറയുന്ന ശ്ലോകത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്ന ഒരു ട്രാൻസ്ലേഷനിൽ വേർഡുണ്ട്, ഏറ്റവും ധനുർധാരികളിലും മഹാരഥന്മാരിലും ശക്തരായിട്ടുള്ള കർണനും ശല്യനും ഈ ഒരു വില്ല് ഞാൻ ബന്ധിക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണോ ഇത്രയും വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ശക്തിരഹിതനായിട്ടുള്ള ബ്രാഹ്മണനായ നീ വില്ല് കുലയ്ക്കുവാൻ പോകുന്നത്? വില്ല് കുലച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, നീ എങ്ങനെ ലക്ഷ്യം കാണും? ഈ ഒരു ശ്ലോകം എല്ലാ മഹാഭാരത വേർഷനിലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ഈ ഒരു ശ്ലോകമുണ്ട്, KMGയുടെ മഹാഭാരതത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗീതാ പ്രസിൻ്റെ ഏതൊരു വേർഷൻ ഓഫ് മഹാഭാരതം, ഞാൻ സൗതേൺ റീജിയനിലേയും പറയുന്നു, നോർത്തേൺ റീജിയനിലേയും പറയുന്നു, അതിൻ്റെ ഏത് റീജിയനിൽ എടുത്താലും ഈ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർണൻ സൂതപുത്രൻ എന്ന് വിളിക്കപ്പെട്ട് അവിടുന്ന് പോയ ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അതായത് കർണൻ ഞാൻ വലിച്ച് കെട്ടിയിട്ട് സൂതപുത്രൻ എന്ന് വിളിച്ചപ്പോൾ അവിടെ വില്ല് വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആ ഒരു ഇൻസിഡൻറ്റ്, ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞ് ഈ ഒരു ശ്ലോകമുണ്ട്. ഈ ഒരു ശ്ലോകം പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതിവാദത്തിന് ഒരു മുൻതൂക്കം കൂടുതൽ. അതായത് ഒരു കറക്റ്റായിട്ട് ഏതൊരു വേർഷനും മഹാഭാരതം എടുത്താലും ഈ ഒരു ശ്ലോകം അതിൻ്റെ അത് കറക്റ്റായിട്ടുണ്ട്. കിങ്സ് ലൈക്ക് കർണ ആൻഡ് ശല്യ, അതായത് കർണനും ശല്യനും പോലെയുള്ള മഹാരഥന്മാർക്ക് പറ്റാത്ത ഒരു ദൗത്യം നീ എങ്ങനെ ചെയ്യും ബ്രാഹ്മണ എന്ന്. ഈ ഒരു ഒറ്റ ചോദ്യം മതി നമുക്കിതിനുള്ള ഉത്തരമെല്ലാം കിട്ടുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഒതൻറ്റിക് വേർഷൻ ആയിട്ടുള്ള ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ഇതിപ്പോൾ സ്കിപ്പ് ചെയ്തതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് കുറേ റിസർച്ചർ ആയിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നിരുന്നാണ് ഇന്ന് നമ്മൾ സെറ്റായിട്ട്, അതായത് ഒത്തൻറ്റിക് വേർഷൻ ഓഫ് മഹാഭാരത എന്ന് നമ്മൾ വിളിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഈ ഒരു ശ്ലോകം ഉള്ളതുകൊണ്ട് തന്നെയാണ് കർണനും ശല്യനും അങ്ങനെ ജയദ്രഥൻ, സിന്ധുരാജൻ, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഒരു സ്വയംവരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പല റീജിയണൽ ടെക്സ്റ്റും പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് മനഃപൂർവ്വം ഒമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഛർദ്ദിച്ച് കളഞ്ഞിട്ട് ഈ ഒരു വേർഷൻസ് മാത്രം ബോറിയിൽ ഉൾപ്പെടുത്തിയത്. അതായത് പങ്കെടുത്ത രാജാക്കന്മാരെല്ലാം അവിടെ നിന്ന് തോറ്റോടി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബോറിയുടെ ക്രിട്ടിക്കൽ എഡിഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെച്ചാണ് ഞാൻ കണ്ടുപിടിച്ചത്. അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ഒന്ന് സോഴ്സ് ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ഞാനിത് പറയുന്നതെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു കമൻറ്റ് ചെയ്ത് താണ്ടി നമ്മൾ അതൊന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഒറ്റ ശ്ലോകം മതി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ സത്യാവസ്ഥയുണ്ട് അല്ലെങ്കിൽ യഥാർത്ഥമായിരുന്നോ അല്ലയോ എന്നറിയാൻ. സോ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർണനോട് നീ ഒരു സൂതപുത്രനായതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദ്രൗപദി പറഞ്ഞിട്ടില്ല. അതുകൂടാതെ തന്നെ കർണന് ആ ഒരു വില്ല് കുലയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ടാവും, എന്നാൽ ഞാൻ ബന്ധിക്കുവാൻ സാധിച്ചിട്ടില്ല. ഞാൻ ബന്ധിക്കുവാൻ സാധിച്ചിരുന്നു എങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ബ്രാഹ്മണന്മാരും രാജാക്കന്മാരും പറയില്ലായിരുന്നു. അല്ലയോ ബ്രാഹ്മണ, കർണനും ശല്യനും പറ്റാത്തതാണോ നിനക്ക് എന്ന്. ഇനി ബാക്ക് ടു ദ സ്റ്റോറി, പാഞ്ചാലി സ്വയംവരത്തിൻ്റെ ബാക്കിയുള്ള കഥയിലേക്ക് പോവുകയാണെങ്കിൽ അർജുനൻ ബ്രാഹ്മണന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ആ ഒരു ടൈമിൽ നിന്നാണ്, അതായത് ബ്രാഹ്മണന്മാർ ഒരു സെറ്റായിട്ടുള്ള ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. ആ ഒരു സൈഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ട രാജാക്കന്മാരും അവിടെ പ്രസിദ്ധരായിരിക്കുന്ന പല മഹാരഥന്മാരുമാണ് ഞാൻ ഈ പറഞ്ഞ ശ്ലോകങ്ങൾ പറയുന്നത്. ഓരോരുത്തരും മാറി മാറി പറയുന്നുണ്ട്. കുറേ പേര് കളിയാക്കുന്നുണ്ട്, ബ്രാഹ്മണനല്ലേ ഇവനെ കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ ശിശുപാലനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർ തന്നെയാണ് പറയുന്നത് ബ്രാഹ്മണർക്ക് ഇത് ചെയ്തു കൂടാ എന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല എന്ന്. എന്നിട്ട് ബോറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അർജുന കെയിം ടു വെയർ ദ ബൗ വാസ് സ്റ്റുഡ് ദെയർ ലൈക്ക് എ സ്റ്റേഷനറി മൗണ്ട്. ഒരു പർവ്വതം വന്ന് നിൽക്കുന്നത് പോലെ വില്ലിൻ്റെ മുമ്പിൽ അർജുനൻ വന്ന് നിന്നു. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു മിഴി അടിച്ച് തുറക്കുന്നതിൽ നിന്നുള്ള ആ ഒരു സമയത്തിനുള്ളിൽ അർജുനൻ അമ്പെടുത്ത് വില്ല് കുലച്ച് ഞാൻ കെട്ടി. അതൊന്ന് ഓർത്ത് നോക്കണം, അത്ര ടൈമോ അർജുനൻ എടുത്തുള്ളൂ എന്ന്. അവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ യോദ്ധാക്കളും ഞാൻ പോലും വലിച്ചു കെട്ടാനാവാതെ ആ ഒരു വില്ലെടുക്കുവാൻ പോലും പര്യാപ്തം നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പം മറ്റേ വേർഷൻസ് ഓഫ് മഹാഭാരതം എടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും തന്നെ ഇത് തന്നെയാണ് പറയുന്നത്. ദുര്യോധൻ്റെ കാര്യം പറയുന്നുണ്ട്, ജയദ്രഥൻ്റെ കാര്യം പറയുന്നുണ്ട്,
ജരാസന്ധന്റെ കാര്യം പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് മഹാരഥൻ കർണന്റെ കാര്യവും പറയുന്നുണ്ട്. ഇവരെയൊക്കെയാണ് മെയിൻലി പ്രതിപാദിക്കുന്ന ആൾക്കാർ. സോ അവർക്ക് പോലും ഞാൻ എടുത്ത് ബന്ധിക്കുവാൻ കഴിയാഞ്ഞത് സ്പ്ലിറ്റ് സെക്കൻഡിൽ 5 ആരോയും വിട്ടു. സ്പ്ലിറ്റ് സെക്കൻഡിൽ ആ ഒരു അമ്പ് അവിടെ കൊള്ളുകയും ലക്ഷ്യം ഭേദിക്കുകയും ചെയ്തു. വില്ലുകുലച്ച് ലക്ഷ്യം ഭേദിച്ചത് ഞൊടിയിഴയി. വില്ലുകുലച്ച് ഞാൻ കെട്ടി ലക്ഷ്യം ഭേദിച്ച് നിൽക്കുന്ന അർജുനനെ വർണ്ണിക്കുന്ന മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എങ്ങനെയാണെന്നറിയാമോ? അപ്പോൾ ആകാശത്തൊരു വലിയ ഗർജനം കേട്ടു. സഭയിൽ വലിയൊരു ആരവം ഉയർന്നു. ശത്രുക്കളെ കൊന്ന പാർത്ഥന്റെ തലയിൽ ദേവന്മാർ സ്വർഗീയ പുഷ്പങ്ങൾ വർഷിച്ചു. കാണികളെല്ലാം സന്തോഷത്തോടെ ശബ്ദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. ആകാശത്ത് നിന്ന് പൂക്കൾ പെയ്തുകൊണ്ടേയിരുന്നു. 100 കണക്കിന് വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് സംഗീതജ്ഞർ മധുരമായ ശബ്ദത്തിൽ സവ്യസാചിയെ സ്തുതിക്കുവാൻ തുടങ്ങി. ശത്രുക്കളെ നശിപ്പിക്കുന്ന മഹാനെ കണ്ട് ദ്രുപദൻ അത്യന്തം സന്തോഷിക്കുകയും ജനാർദ്ദനന്റെ മുഖത്ത് ഒരു ചിരി വിടരുകയും ചെയ്തു. ഇവിടെ ജനാർദ്ദനൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ യുധിഷ്ഠിരൻ അവിടെ നിന്ന് പോകുന്നത്. അതായത് അവിടെ ഭയങ്കരമായിട്ടുള്ള ആരവം മുഴങ്ങിക്കൊണ്ടിരുന്ന ഈ ഒരു ടൈമിൽ തന്നെ, അതായത് ബോറിയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, വെൻ ദ അപ്രൂർ റീച്ച്ഡ് ഇറ്റ്സ് പീക്ക് യുധിഷ്ഠിര ഫോർമോസ്റ്റ് among those who tread with path of dharma swiftly left the assembly and went home accompanied by the twins supreme among men. അതായത് നകുലനെയും സഹദേവനെയും കൂട്ടിക്കൊണ്ട് യുധിഷ്ഠിരൻ തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങുന്നു. ഇപ്പോൾ അവിടെ ഭീമസേനൻ മാത്രമേ ഉള്ളൂ. തുടർന്ന് ദ്രുപദൻ ആ മഹാത്മാവായ ബ്രാഹ്മണന് ദ്രൗപദിയെ കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ രാജാക്കന്മാരും കോപത്താൽ നിറഞ്ഞു എന്നാണ് പറയുന്നത്. അത് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്രൗപദി അവിടെ വരുന്ന ടൈമിൽ ആരും തന്നെ എല്ലാവരും വായും പൊളിച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ദ്രൗപദിയെ വേണം എന്നുള്ളൊരു തരത്തിലായിരുന്നു. എന്നിട്ട് ഇവർക്ക് ആർക്കും കിട്ടാതെ, മഹാരഥന്മാർ പോലും നോക്കിയിട്ട് കിട്ടാത്ത ഈ ഒരു കന്യകയെ ലഭിച്ചത് ഒരു ബ്രാഹ്മണന്. അവർ വീക്കെന്ന് കരുതിയ, അവരെ ശക്തിരഹിതനെന്ന് കരുതിയ ഒരു ബ്രാഹ്മണനെ കിട്ടിയത് ആരിലും സഹിക്കുമോ? ഇല്ല. അവിടെയും അതുതന്നെ ഉണ്ടായി. രാജാക്കന്മാർ കോപത്താൽ വിറയ്ക്കുവാൻ തുടങ്ങി. അവർ പരസ്പരം ഇങ്ങനെ പറയുവാൻ തുടങ്ങി, നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നു, നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ്. അവൻ വൈക്കോൽ പോലെ നമ്മെ കടന്നു പോകുന്നത് കണ്ടില്ലേ? സ്ത്രീകളിൽ പരമോന്നതയായ ദ്രൗപദിയെ ഒരു ബ്രാഹ്മണന് നൽകുവാൻ ദ്രുപദൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഈ ദുഷ്ടഹൃദയം നമ്മെ ബഹുമാനിക്കുന്നില്ല. നമുക്കവനെ കൊല്ലാം. പ്രായത്തിൻ്റെ ഗുണങ്ങൾ കാരണം അവൻ നമ്മുടെ ബഹുമാനോ ആരാധനയോ അർഹിക്കുന്നില്ല. ഇക്കാരണത്താൽ രാജാക്കന്മാരെയും അവരുടെ പുത്രന്മാരെയും അപമാനിക്കുന്ന ഈ നീചനെ നമുക്ക് കൊല്ലാമെന്ന് പറയുന്നു. ദേവന്മാരുടെ പോലും സമ്മേളനം പോലെയുള്ള ഈ രാജകുമാരന്മാരുടെ സമ്മേളനത്തിൽ തനിക്ക് തുല്യനായ ഒരു രാജാവിനെ ദ്രുപദന് കണ്ടെത്തുവാൻ കഴിയുന്നില്ലേ? സ്വയംവരൻ ക്ഷത്രിയർ കാണുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറയുന്നില്ലേ, അല്ലയോ രാജാക്കന്മാരെ, ഈ സ്ത്രീ നമ്മളിൽ ഒരാളെ ഭർത്താവായി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമുക്കവളെ തീയിലെറിഞ്ഞ് നമ്മുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാം. ആ ബ്രാഹ്മണൻ തന്റെ നിസ്സാരതയും അത്യാഗ്രഹവും നിമിത്തം രാജാക്കന്മാർക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ഇപ്പോഴും കൊല്ലപ്പെടരുത്. കാരണം ബ്രാഹ്മണഹത്യ ഒരു പാപമല്ലേ? ഇത്രയും പറഞ്ഞിട്ട് ആ മഹാരഥന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ദ്രുപദനെ ആക്രമിക്കുവാൻ വേണ്ടി ചെല്ലുകയാണ്. ഈ ഒരു ടൈമിനാണ് വേറൊരു മാസ് എൻട്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ 1 man ഷോ കളിച്ചുകൊണ്ടിരുന്നത് സവ്യസാചിയായ അർജുനാണെങ്കിലും എല്ലാ രാജാക്കന്മാരും ദ്രുപദന്റെ നേരെ വന്നപ്പോഴേക്ക് അവരുടെ മുന്നിൽ ഒരു കാട് കയറിയ ഒറ്റയാനെ പോലെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ പാണ്ഡുവിൻ്റെ 2ാമത്തെ പുത്രൻ, അതെ, ഭീമസേനൻ എന്ന വൃഗോദരൻ. ബോറിയിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഭീമൻ അപാരമായ ശക്തിയോടെ ഇടിമിന്നൽ പോലെ ഒരു ആനയെ പോലെ തൻ്റെ കൈകൾ കൊണ്ട് ഒരു വലിയ വൃക്ഷത്തെ പിഴുതെടുത്തു. ആ വൃക്ഷത്തിനടുത്തായി പൃഥയുടെ മകനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനുമായ ഭീമൻ മനുഷ്യരിൽ സിംഹമായ പാർത്ഥന്റെ അരികിൽ ദീർഘവും കട്ടിയുള്ളതുമായ കൈകളോടെ ഭയങ്കര ദണ്ടുള്ള യമനെ പോലെ നിന്നു. ഇത്രയും ചെയ്തിട്ട് അർജുനൻ പുറകിൽ നിന്ന ബ്രാഹ്മണനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ശരമാരി കൊണ്ട് ഇവരെ നേരിട്ട് കൊള്ളാം. ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഈ കാര്യമേറ്റു. നിങ്ങളിപ്പോൾ കാണികളെ പോലെ നിന്നാൽ മതിയെന്ന്. ഇവിടെ ഈ ഒരു പർവ്വത്തിൽ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, സീയിങ് ദ ക്ഷത്രിയാസ് വിത്ത് കർണ ലീഡിങ് ദം. അതായത് ദ്രുപദനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നേതൃത്വം നടത്തിയ ഒരാളാണ് കർണൻ. കർണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്, അവൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ, അവന് യുദ്ധം ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനെ കൊല്ലുന്നതിനായി യാതൊരു തെറ്റുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് നമ്മുടെ അർജുനൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ കർണൻ അറിയില്ല അർജുനനാണ് ബ്രാഹ്മണനായിട്ട് ഇവിടെ പ്രച്ഛന്ന വേഷത്തിൽ നിൽക്കുന്നതെന്ന്. പറയുന്നത് ഇങ്ങനെയാണ്: വൈകർത്തനൻ കർണൻ, ദ മൈറ്റി വൈകർത്തന കർണ റഷ്ഡ് അറ്റ് അർജുന ഈഗർ ടു ഫൈറ്റ് ലൈക്ക് ആൻ എലിഫന്റ് റഷസ് ടു എ റൈവൽ ഓവർ എ ഫീമെയിൽ എലിഫന്റ്. ഒരു പിടിയാനിക്ക് വേണ്ടി മത്സരിക്കുന്ന 2 കൊമ്പന്മാർ കൈകോർക്കുന്നത് പോലെ അംഗരാജൻ വൈകർത്തനൻ കർണൻ അർജുനന്റെ നേരെ ചീറിപ്പാഞ്ഞു ചെന്നു. ഇതേ സമയം തന്നെ മാതൃരാജാവായിട്ടുള്ള ശല്യൻ ഭീമസേനന്റെ നേർക്ക് നേരെയാണ് പോയത്.
ബാക്കിയുള്ള രാജാക്കന്മാരെ എല്ലാവരും കൂടെ കൂട്ടി ദ്രുപദനെയും ബ്രാഹ്മണനെയും ആക്രമിക്കുവാൻ വേണ്ടി ദുര്യോധനനും സംഘവും പോവുകയും ഉണ്ടായി. വൈകൃതനൻ കർണൻ തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ട സവ്യസാചിയായിട്ടുള്ള അർജുനൻ തൻ്റെ ശക്തമായ വില്ല് നീട്ടി 3 അമ്പുകൾ കർണന് നേരെ എയ്തു. മൂർച്ചയുള്ള അമ്പുകളുടെ ആഘാതത്തിൽ രാധയൻ സ്തബ്ധനായി നിന്നു. അവൻ കൂടുതൽ സൂക്ഷ്മതയോടെ അടുത്തേക്ക് വന്നു. പിന്നെ ആ 2 അജേയ യോദ്ധാക്കൾ പരസ്പരം പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി പോരാടി. അത്ര വേഗതയിലായിരുന്നു അവരുടെ ആ ഒരു യുദ്ധം. മഹാഭാരതം ബോറിയിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ സമാനതകളില്ലാത്ത അർജുനന്റെ കൈകളുടെ വീര്യം കണ്ട് വൈകർത്തനൻ കർണൻ കൂടുതൽ ശക്തമായി പോരാടി. അർജുനന്റെ വേഗത്തിലുള്ള അമ്പുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് കർണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. യോദ്ധാക്കൾ അവന്റെ നേട്ടത്തെ പ്രശംസിക്കുകയും ചെയ്തു. കർണൻ ഇങ്ങനെയാണ് പറയുന്നത്: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, യുദ്ധത്തിൽ തളരാത്ത അങ്ങയുടെ കൈകളും അവയുടെ ശക്തികളും ആയുധങ്ങളുടെ മേലുള്ള അങ്ങയുടെ സ്ഥിരമായ നിയന്ത്രണത്തിലും ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഹേ ബ്രാഹ്മണന്മാരിൽ പരമോന്നതനായവനെ, ആയുധങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ ആശാർപൂർണമായ രാമനാണോ അങ്ങ്, അതോ നീ തന്നെയാണോ ഹരിഹരൻ? തുടർന്ന് വൈകർത്തനൻ കർണൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്: യുദ്ധകളത്തിൽ ഞാൻ കോപിക്കുമ്പോൾ ശചിയുടെ ഭർത്താവായ സാക്ഷാൽ ഇന്ദ്രനും പാണ്ഡവ കിരീടിയും ഒഴികെ മറ്റാർക്കും എന്നെ നേരിടുവാൻ കഴിയില്ല. അതായത് ഇന്ദ്രദേവനും സവ്യസാചിയായ സാക്ഷാൽ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനനും ഒഴികെ വേറെ ആർക്കും തന്നെ നേരിടുവാൻ കഴിയില്ല എന്നാണ് കർണൻ പറയുന്നത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അർജുനൻ റിപ്ലൈ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: അല്ലയോ വൈകർത്തന, ഞാൻ പരശുരാമനുമല്ല, ഞാൻ വിഷ്ണുവും ഹരിഹരനും ഒന്നും തന്നെയല്ല. എൻ്റെ പൂർവികർ ചെയ്ത പുണ്യം കൊണ്ട് എനിക്ക് കുറച്ച് വിദ്യകളൊക്കെ അറിയാം, അത്രമാത്രം. തുടർന്ന് ഇവർ തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെയുണ്ടായി. യുദ്ധാവസാനന്തരം കർണൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. കർണൻ ആ ഒരു ബാറ്റിൽ നിന്ന് റിട്രീറ്റ് ചെയ്തു. യുദ്ധത്തിന്റെ അതേ സമയത്ത് വേറൊരു വശത്ത് 2 മതയാനികൾ തമ്മിൽ അടിയുണ്ടാക്കുകയായിരുന്നു. മാതർരാജരായ ശല്യനും ഭീമസേനനും. ഭീമസേനനെ വർണ്ണിച്ചുകൊണ്ട് ബോറി പറയുന്നത് ഇങ്ങനെയാണ്: ഭീമസേനൻ ദ മൈറ്റി ഭീമ, ഭുജമ്പലം കൊണ്ട് ഒരിക്കലും ശല്യന് ഭീമസേനെതിരെ പിടിച്ചു നിൽക്കാനായില്ല. ഭീമസേനൻ ശല്യനെ ആകാശത്തിലേക്ക് എടുത്ത് വാരി എറിയുകയായിരുന്നു എന്നാണ് പറയുക. എന്നിട്ട് അട്ടഹസിക്കുകയായിരുന്നു ഭീമസേനൻ. അവനെ കൊല്ലാൻ സാധിക്കുമായിരുന്നിട്ടും ഭീമസേനൻ ശല്യനെ കൊല്ലാതെ വിട്ടു എന്നാണ് പറയുന്നത്. കാരണം ശല്യൻ നകുല സഹദേവന്മാരുടെ മാതുലനായിരുന്നല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാജാക്കന്മാർ ഉടനെ അവിടെ നിന്ന് പറയുന്നുണ്ട്: നമുക്ക് ഈ 2 ബ്രാഹ്മണ ശ്രേഷ്ഠർ ആരാന്നറിഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കിയാൽ മതി. ആദ്യം അവർ കർണന്റെ കാര്യമാണ് പറയുന്നത്. കർണനെ കണ്ടില്ലേ? ഈ കർണനെ ആർക്കാണ് സാധാരണയായിട്ട് ഇങ്ങനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നത്? പരശുരാമനും ദ്രോണരും ഭീഷ്മരും കൃപാചാര്യരും ദേവകിയുടെ പുത്രനായിട്ടുള്ള കൃഷ്ണനും സവ്യസാചിയായിട്ടുള്ള അർജുനനുമല്ലാതെ ആർക്കാണ് കർണനെ പരാജയപ്പെടുത്തുവാൻ ഇത്ര സാമർഥ്യം? അതുകൂടാതെ തന്നെ ശല്യനും പരാജയപ്പെട്ടിരിക്കുന്നു. ആരാണിവർ? ഇവരുടെ ഐഡന്റിറ്റി അറിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം നോക്കിയാൽ മതിയെന്ന് ബാക്കിയുള്ള രാജാക്കന്മാരിങ്ങനെ നിന്ന് പറയുകയാണ്. ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ശല്യരെ തോൽപ്പിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ജരാസന്ധനായിരിക്കണം, അല്ലെങ്കിൽ ബലരാമനായിരിക്കണം. ഇതല്ലെങ്കിൽ ശക്തിയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ മൃഗോദരന് മാത്രമേ പറ്റുള്ളൂ. എങ്കിലും ഈ ബ്രാഹ്മണ ശ്രേഷ്ഠർ ആരാണ്? ഇവരുടെ യഥാർത്ഥ നാമങ്ങളും കുലങ്ങളും അറിഞ്ഞിട്ട് മതി ഇനി യുദ്ധമെന്ന് ബാക്കിയുള്ള രാജാക്കന്മാർ പറയുകയുണ്ടായി. സോ സംഭവമൊക്കെ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ ജനാർദ്ദനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി അവിടേക്ക് വരികയും ശ്രീകൃഷ്ണസ്വാമി ഫൈനൽ വാക്ക് അല്ലെങ്കിൽ ഫൈനൽ ബോസ് പോലെ അങ്ങ് പറഞ്ഞു. ദ്രുപദൻ ഇതിനു മുമ്പ് ശ്രീകൃഷ്ണസ്വാമിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അല്ലയോ ജനാർദ്ദന, ഇതിനൊരു ഉപായം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഫൈറ്റിൻ്റെയൊക്കെ ഇടയ്ക്കിലേക്ക് കൃഷ്ണസ്വാമി വന്ന് പറയുകയാണ്: കേട്ടുകൊള്ള രാജാക്കന്മാരെ, ഇന്നിവിടെ നടന്നത് തികച്ചും ധർമ്മപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠർ ദ്രൗപദിയെ വിജയം കൈവരിച്ച് നേടിയതാണ്. അതിനാൽ തന്നെ നമുക്കൊന്നും ഇവരെ എതിർക്കുവാനുള്ള യാതൊരു യോഗ്യതയുമില്ല. എല്ലാവരും ഇത് അംഗീകരിച്ച് മടങ്ങിപ്പോകേണ്ടതാണെന്ന് ഞാൻ പറയുന്നു. കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. കൂടുതലൊന്നും അന്വേഷിക്കാനും നിന്നില്ല. കാരണം ഓൾറെഡി ഇവരെല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ ഒരു ടൈമിലാണ് ഭഗവാൻ വന്ന് നേരിട്ട് കാര്യം തന്നെ അവതരിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭീമസേനും അർജുനനും അധികമൊന്നും വിയർക്കാതെ തൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി പുറത്തു വരുത്താത്ത രീതിയിൽ തന്നെ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ശരിക്കും മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷൻ അനുസരിച്ച് പാഞ്ചാലി സ്വയംവരം നടക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ മഹാഭാരതത്തിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസിൽ ഡിഫറെൻറ്റ് പതിപ്പുകളിൽ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് മഹാഭാരതം കുംഭകോണം വേർഷനുണ്ട്, അതേപോലെ തന്നെ KMG ഉണ്ട്,
അതേപോലെ തന്നെ ഗീതാ പ്രസിൻ്റെ സദേൺ റീജിയനിലും നോർത്തേൺ റീജിയനിലും 2 തരത്തിലുള്ള മഹാഭാരതങ്ങൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഈ പറയുന്ന ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പോലും സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും കുറേ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും നമ്മളിപ്പോൾ ആധാരമാക്കി എടുത്തത് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിട്ടുള്ള മഹാഭാരതമാണ്. ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യമനുസരിച്ച് വെച്ചെന്ന് നോക്കിയാലും ഗീത KMG പ്രസ് അതനുസരിച്ചുള്ള ഏത് വേർഷൻസ് ഓഫ് ഒതൻറ്റിക് വേർഷൻ ഓഫ് മഹാഭാരതം എടുത്ത് നോക്കിയാലും പാഞ്ചാലി സ്വയംവരത്തിൽ കർണൻ വില്ലുകുലച്ച് ഞാൻ കെട്ടിയതായി പരാമർശിക്കുന്നത് 70-30 റേഷ്യോ എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അതായത് 70% ഒതൻറ്റിക് വേർഷൻ ഓഫ് മഹാഭാരത ഗ്രന്ഥത്തിലും വില്ലുകുലച്ച് ഞാൻ കെട്ടിയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ അംഗീകരിക്കുന്ന മഹാഭാരതത്തിൽ കർണൻ വില്ലുകുലച്ച് ഞാൻ കെട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാദപ്രതിവാദങ്ങൾക്ക് ഇപ്പോഴും ഇടയായിട്ടുകൊണ്ടിരുന്നത്. സോ നമ്മളിത് കൺക്ലൂഡ് ചെയ്തത് ആ ഒരു ഒറ്റ ശ്ലോകം കാരണമാണല്ലോ. ബ്രാഹ്മണൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർണനും ശല്യനും കഴിയാത്തത് എങ്ങനെ നിനക്ക് കഴിയുമെന്ന് ചോദിക്കുന്ന ആ ഒരു ഒറ്റ ശ്ലോകം, ഈ ഒരു ശ്ലോകം എല്ലാ വേർഷൻസ് ഓഫ് മഹാഭാരതത്തിലുമുണ്ട്. സോ ആ ഒരു ഒറ്റ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കാം സംഭവിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയത്. എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്കറിയാവുന്ന അറിവുകളും കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അത് നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ പിൻ ചെയ്തു വെക്കുന്നതായിരിക്കും. മഹാഭാരതം എന്ന ഇതിഹാസമായ കാവ്യത്തിലെ ഓരോ സന്ദർഭങ്ങളുടെ യഥാർത്ഥ, അതായത് ഒതൻറ്റിക് വേർഷൻ ഓഫ് മഹാഭാരതം വെച്ച് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് ഓരോ ക്യാരക്ടർ വീഡിയോസും അതേപോലെ തന്നെ ഇനി ഇൻസിഡൻ്റലായിട്ടുള്ള കുറേ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ശുഭനിദ്ര.